Kalyan Jewelers, celebrating 200 showrooms. Visit now for exciting offers. ഇതൊരു സ്ക്രിപ്റ്റാണ്. ഇത് ഇന്നേ വരെ സിനിമ ആക്കിയിട്ടില്ല. ഞാനെൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യം എഴുതിയ ഒരു ത്രില്ലർ സിനിമയാണ്. ഇതൊരു ബുക്ക് ഫോം ഒക്കെ ആക്കി അന്ന് ഈ കഥ പറയാനായിട്ട് കുറെ ഡയറക്ടേഴ്സിന് എനിക്ക് സിബി മലയിലൊക്കെ ഇത് അയച്ചു കൊടുത്തു. അന്ന് നമുക്ക് നമ്മുടെ കഥ അടിച്ചോണ്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഒരു ബുക്ക് ഫോം ആക്കിയിട്ട് അതിന് വലിയൊരു കവർ പേജ് ഒക്കെ ഉണ്ടാക്കി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മനോന്ന് പറഞ്ഞു. പുള്ളിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിട്ട് ചുമ്മാ DTP ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തു. എന്നിട്ട് അതിൽ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ് ചെയ്തൊക്കെ എൻ്റെ ബുക്ക് ആക്കി കോപ്പി റൈറ്റ് ഉണ്ടെന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു ഈവനിങ് 4 മണിയാണല്ലോ ജീത്തു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം 2 തവണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ജോർജ് കുട്ടി. എവിടെയായിരിക്കും ഇപ്പോൾ ഈ രാജാക്കാട്ടുകാരൻ ജോർജ് കുട്ടി ഉള്ളത്? എന്താണ് ജീത്തുവിൻ്റെ സ്റ്റോറി വേൾഡിൽ എവിടെയായിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി അയാളുടെ തിയേറ്ററിലായിരിക്കും. കാരണം ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനി 1.5-2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അതുമൊക്കെ ആയിട്ട് തിയേറ്റർ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓഫ് കോഴ്സ് ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്കുള്ള യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി പുള്ളി അവിടെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടാവും. ദൃശ്യത്തിൻ്റെ ബിഗിനിങ് തോട്ടേ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബിഗിനിങ് തോട്ടിൽ 2 ഫാമിലി തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു ഇഷ്യൂ. ആ ഇഷ്യൂവിനകത്ത് 2 പേരുടെ ഭാഗത്തും ശരിയുണ്ട് തെറ്റുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓഡിയൻസ് എങ്ങനെ ആരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ചോദ്യം അല്ലെ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാനുള്ള അതിൻ്റെ ഒരു പ്രേരണ നൽകിയത്. ഫസ്റ്റ് അതിൻ്റെ ഒരു തിങ്കിങ്ങിൽ ആക്ച്വലി അതൊരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇതൊരു റിയൽ ഇൻസ്പിറേഷൻ, ഒരു റിയൽ സ്റ്റോറിയിൽ നിന്നാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. 2 ഫാമിലി തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് പറയുന്നത് കേട്ട് അങ്ങനെയാണ് ഞാൻ ഈ ചിന്തയിലേക്ക് വന്നത്. അതിനകത്ത് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്നു. ആ പെൺകുട്ടിക്ക് എവിടെയോ ആ പെൺകുട്ടി ഒരു താല്പര്യം കാണിച്ചിട്ട് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ പെൺകുട്ടി മാറി. അപ്പോഴത്തേക്കും പയ്യന് ഭയങ്കര ദേഷ്യമായി, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി, പോലീസ് കേസായി. അങ്ങനെ അത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനതെടുത്തൊരു കോർട്ട് റൂം ഡ്രാമ ആലോചിച്ചപ്പോൾ ഭയങ്കര ഡ്രൈ ആകുന്നു, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തുടങ്ങിയ ആലോചനയാണ്. ഇപ്പം നേരുമായിട്ട് കണക്ട് ചെയ്തതാണ്. നേരിൻ്റെ ഒരു ബേസിക് തോട്ട് എന്ന് പറഞ്ഞൊരു ക്രൈമാണ്. പക്ഷേ ആ ക്രൈം നടക്കുന്നത് ആരാണോ ആ ക്രൈം അല്ലാത്ത വിക്ടിം, ആ വിക്ടിമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. അതിനകത്ത് ആ ഇമോഷണൽ കണക്ഷൻസ് ഏതൊക്കെയാണ്, ഇമോഷണൽ എന്താ പറയുക ഇമോഷണലി അതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും, അത് ആരൊക്കെ അഫക്റ്റഡ് ആവും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ പതുക്കെ ആ സ്റ്റോറിയുടെ ബേസ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ആഫ്റ്റർ 10 ഇയേഴ്സ് നോക്കുന്ന സമയത്ത് എന്താണ് ഒരു ദൃശ്യത്തിൻ്റെ യുണീക്നെസ്? ഇമോഷൻ, അച്ഛൻ മകൾ തമ്മിലുള്ള ഇമോഷൻ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഇമോഷൻ, ആ ഫാമിലിയുടെ ഇമോഷൻ. സിനിമ എന്ന് പറയുന്നതിനകത്ത് ഇമോഷൻസിന് ഭയങ്കരമായ ഒരു ഇതുണ്ട്. സിനിമയിൽ ഇമോഷൻസ് എനിക്ക് സിനിമ ഇമോഷൻസിലാണത് ബേസ് ചെയ്ത് നിൽക്കുന്നത്. ആൾക്കാർ കാണുമ്പോൾ ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആവണം. ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണത്. അച്ഛൻ മകൾ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ കുടുംബത്തോടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് അത് അമേരിക്കയിലാണേലും റഷ്യയിലാണേലും ഇന്ത്യയിലാണേലും ഇറാനിലാണേലും ഇറാഖിലാണേലും സെയിമാണ്. ഞാൻ എഴുതുന്ന ഹാൻഡ് റിട്ടണാണ്. എന്നിട്ട് ഞാനത് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ടൈപ്പ് ചെയ്യിക്കുക. എനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാമല്ല, അതല്ല. പിന്നെ എഴുതുമ്പോൾ ഇങ്ങനെ തോണ്ടി അങ്ങ് എഴുതി വിടാം. കാരണം എൻ്റേത് വായിക്കാൻ എൻ്റെ ഫ്രണ്ടിന് മാത്രമേ പറ്റുള്ളൂ. വേറെ അതുകൊണ്ട് എൻ്റെ സ്ക്രിപ്റ്റൊന്നും എഴുതിയ സ്ക്രിപ്റ്റ് കൊണ്ട് ഒരുത്തിന് ഉപകാരപ്പെടുകയല്ല. ഡോക്ടേഴ്സ് മറ്റേ ഇത് എഴുതുന്ന പോലെ, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെ. അങ്ങനെയൊന്നുമില്ല. ചിലപ്പം എൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് എഴുതും, ചിലപ്പോൾ എൻ്റെ ഡൈനിങ് റൂമിൽ എഴുതും. പിന്നെ ഓഫീസ് റൂമിൽ തന്നെ നോർമൽ ചെയറിലിരിക്കും. പിന്നെ മറ്റേ ഈസി ചെയർ ഉണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത്തലേക്ക് വയ്ക്കും. ചിലപ്പോൾ അത്തേൽ ഇരിക്കും. പിന്നെ ചില സമയത്ത് ഞാൻ വല്ല ഹോട്ടലിൽ പോയിരുന്ന് എഴുതും. ഇങ്ങനെ ബേസിക്കലി കുറേ നാൾ ഒരിടത്ത് ഇരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊന്ന് മാറണം എന്ന് തോന്നും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇവിടെ കമ്പ്യൂട്ടറുണ്ട്, എന്തെങ്കിലുമൊക്കെ റെഫറൻസ്, ഇപ്പം എന്തെങ്കിലും ഇപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ നമ്മൾ
ഡീറ്റെയിൽസും സെർച്ചും ഒരു സെമി റിസർച്ച് കഴിഞ്ഞ പരിപാടിയാണ്. ഇതിവിടെ ഇരിക്കും, ഇതിവിടെ വയ്ക്കും, എന്തെങ്കിലും വേണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് മീനിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള റെഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഞാൻ ആദ്യമേ എഴുതാറില്ല, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് എൻ്റെ എല്ലാ സിനിമകളും മൈ ബോസ് ഒഴികെ, മൈ ബോസ് ഒരു ഹ്യൂമർ സിനിമ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ടോട്ടലി ഒരു ഇൻസ്പയർഡ് സിനിമയാണ്. അപ്പം നമുക്കതിനകത്ത് അങ്ങനെ വലിയ ഒരു എഫേർട്ടിൻ്റെ ഇതൊന്നുമില്ല. ഓഫ് കോഴ്സ് സീൻസിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാശയം വന്നു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇത് ആശയത്തിൻ്റെ പിന്നെ ഇതൊരു കോർട്ട് റൂം ഡ്രാമയായിരുന്നു. അന്നൊന്നും ഞാൻ സിനിമ വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊബൈലിൻ്റെ അതിപ്രസരവും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു, ഞാൻ അതിലേക്ക് കയറി. മേർഡർ വന്നു, ഇപ്പോഴും ഞാൻ പേപ്പറിലേക്ക് ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അതിങ്ങനെ ഒരു കഥയാക്കി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ പയ്യനെ കൊന്നു ആ വീട്ടുകാർ, എന്നിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഞാൻ എൻ്റെ ഒരു അസോസിയേറ്റിന് വേണ്ടി എഴുതേണ്ട ഒരു സാഹചര്യം വരുന്നു. പുള്ളി ഒരു ക്യാരക്ടറൈസേഷൻ തരുന്നു, ഞാൻ പുള്ളിക്ക് വേണ്ടി ഇത് എഴുതും. അപ്പോൾ ഈ കഥ എടുത്തിട്ട് ഈ കഥയിലേക്ക് ആ ക്യാരക്ടറൈസേഷൻ എടുത്ത് വെച്ചു പുള്ളിക്ക് ഒരു സിനിമ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പം തൊട്ടാണ് നമ്മൾ ഇതിനകത്ത് സീരിയസ് ആയിട്ട് എഴുതാനായിട്ട് ഇരുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ റഫ്ലി സീൻ ഓർഡർ, അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന വെച്ചാൽ ഒരു ആശയം വന്നു, അതൊരു ഫ്രെയിം ആകുന്നു, അതിനൊരു തുടക്കം, ഒരു മിഡിൽ ഭാഗം, ഒരു ക്ലൈമാക്സ്, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ചിലപ്പം നല്ല നല്ല മുഹൂർത്തങ്ങൾ കിട്ടിയാൽ അത് ഇങ്ങനെയെല്ലാം കൂടി ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സീൻ 1 എന്ന് പറഞ്ഞൊരു പേജ് എടുത്ത് എഴുതി, സീൻ 1 അതിനകത്ത് ജസ്റ്റ് ഒരു 2 ലൈനേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു പേജോ 2 പേജോ അങ്ങ് വിടും. അടുത്തത് സീൻ 2, സീൻ 3 ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ റഫ്ലി എഴുതും. ചിലപ്പോൾ ഒരു 15 സീനോ അല്ലെങ്കിൽ 20 സീനോ 30 സീനോ കാണുള്ളൂ അതിനകത്ത്. അല്ലേ, ഇതിപ്പം 1 ലൈനാണ്, 20 ഇങ്ങനെ സീൻ ഓർഡർ ചുമ്മാ ഇങ്ങനെ എഴുതി പോയേക്കാണ്. ഇതെന്നറിയോ? ഓക്കെ ഇപ്പഴതൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പൊ കാണിച്ച സാധനമില്ലേ അതിന്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ആ സാധനത്തിന്റെ അപ്ഡേറ്റഡ് വേർഷനാണ്. ഇവന്റ്സ് ആണ്, ചുമ്മാ ഒരു റഫ്ലി ഓർഡർ ഓഫ് ഇവന്റ്സ്. ഇത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ചിന്തകളും യാത്രകളും ഒക്കെ ഇല്ലാത്ത ഇത് പതുക്കെ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു പുതിയ ആശയം വന്നാൽ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഞാൻ നോക്കും. അതിനെ ഈ പേജസ് ലീവ് ചെയ്തേക്കുന്നത്, അതിനകത്ത് ആ ഗ്യാപ്പിനകത്തേക്ക് അതങ്ങ് ഫില്ല് ചെയ്യും. അങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് ഓരോ ഇതിനകത്ത് തന്നെ ചില സീനിനകത്ത് ചിലപ്പോൾ നല്ലൊരു ഡയലോഗ് വരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് വന്നാൽ ഈ സിറ്റുവേഷൻ ചിലപ്പോൾ അത് ഇതായിരിക്കും, അതും അതിനകത്ത് എഴുതിയിടുന്നു. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ദൃശ്യം 2 അവസാനത്തെ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഇയാൾ ജോർജ് കുട്ടി അവിടുന്ന് മരത്തിൽ നിന്ന് കാവൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, അവിടുന്ന് ഇറങ്ങി നടക്കുന്നു. അത് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാനവിടെ അവസാനം എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴോ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചു, ആ കേസ് ശരിക്കും ജോർജ് കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ അത് തീർന്നു, പക്ഷേ പോലീസിൻ്റെ ഇതിൽ തീർന്നിട്ടില്ല. കാരണം ജോർജ് കുട്ടിയെ സംബന്ധിച്ചോളം ജോർജ് കുട്ടിയെ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പം ഞാനത് എൻ്റെ മനസ്സിലൊരു ഡയലോഗ് വന്നു, പക്ഷേ അത് ആര് പറയും? ജോർജ് കുട്ടി പറഞ്ഞാൽ ശരിയാവില്ല, ജോർജ് കുട്ടി അവിടെ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. അങ്ങനെയാണ് ഞാൻ എഴുതിയത്, ഇറ്റ്സ് ലൈക്ക് എ കേസ് ദാറ്റ് ഈസ് ക്ലോസ് ബട്ട് വിൽ നെവർ ക്ലോസ്. അപ്പോൾ പെട്ടെന്ന് ഞാനത് എഴുതിയിട്ടു. പിന്നെ ഇങ്ങനെ ഇതുപോലത്തെ ഓരോ ഇങ്ങനത്തെ കൊച്ചു ഡയലോഗുകൾ തോന്നുന്നതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ആ ബുക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഏതാണ്ട് ഒരു ഫ്രെയിം ആയി കഴിയുമ്പോൾ എനിക്ക് തോന്നും ഓർഡർ ഓഫ് കുറേ ഇവൻറ്റ്സ് ഉണ്ട്, ഇത് ചെയ്തുണ്ട്. പിന്നെ ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതിനകത്ത് ചിലപ്പോൾ ഞാൻ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അതിനകത്തുള്ള ചിലപ്പോൾ എടുത്ത് കളയും, ചിലപ്പോൾ കണക്ട് ചെയ്യാൻ വേറെ സീൻ ആഡ് ചെയ്ത് കയറും. അപ്പോൾ ഈ റെഫറൻസ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ പോകുന്നത്. കാരണം ഇതൊരു ഇങ്ങനത്തെ ത്രില്ലേഴ്സും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഒരു കണക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഈ കണക്ഷൻസ് വെച്ച് അതിനകത്ത് ഈ പാറമട അത് ഇത് എന്നൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പാറമടയെ കൊണ്ട് ഇടുന്നു. അപ്പോൾ ഈ പാറമടയെ എവിടെയെങ്കിലും പരാമർശിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പ്രീവിയസ് പുറകോട്ട് വന്നിട്ട് അവിടെ ഏതെങ്കിലും MT പേജിൽ ഇവിടെ ഒരു പാറമടയെ പരാമർശിക്കുന്ന സീൻ, അതൊരു വലിയ സീനാണ്. അത് തെലുങ്കിലേക്കും തമിഴിലേക്കൊക്കെ വന്നപ്പോൾ അവർ ആ സീനും കുറച്ചു. അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ ഇത്രയും വലിയ സീൻ. പക്ഷേ ഞാനത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്കൂടെ പാറമടയും കയറ്റി വിട്ടു. അല്ലാതെ അവിടെ വന്നിട്ട് പെട്ടെന്നൊരു പാറമട എന്ന് പറയുമ്പോൾ അത് മുളച്ചിരിക്കും, എന്തിനാത്, എന്തോ ഒരു പർപ്പസ് ഉണ്ടല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് കുറേ നേരം മറ്റേ മീൻ ചട്ടിയെക്കുറിച്ചും പറഞ്ഞൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൂടെ ഒരു ചെറിയ വിരസതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൂടെ കയറ്റി വിട്ടു. ഇത് ഇത്രയാക്കി വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് പോലീസ് സ്റ്റേഷനേ ഇല്ല.
അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പോൾ അവസാനം ക്ലൈമാക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, രണ്ട് ഫാമിലിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ നിൽക്കുന്നത് വരുണിനെ കുഴിച്ചിട്ട ആ സ്ഥലത്തിന് മുകളിലാണ്. ഫോഴ്സ്ഡ് സീൻ ചുമ്മാ എഴുതി വെച്ചു. പിന്നെ ഇതെങ്ങനെ ക്രാക്ക് ചെയ്യും, പിന്നെ ഇതെന്ത് ചെയ്യും, ഞാനിങ്ങനെ പിന്നെയും എൻ്റെ യാത്രകളും കാര്യങ്ങളും ഒക്കെ തുടരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇതെൻ്റെ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കും. ഞാനത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഞാൻ എൻ്റെ പാർട്ണറും ഒരു 6-7 പോയിൻറ്റിന് ഇങ്ങനെ പുറകിലിങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗെയിം ലൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പണിയുന്ന പോലീസ് സ്റ്റേഷൻ്റെ അടിയിലായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നതിന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം പെട്ടെന്നൊരു സ്പാർക്ക് പോലെ വന്നു. പെട്ടെന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം അപ്പോൾ ഞാൻ ജനമൈത്രി പോലീസിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്തതാണ്. അപ്പോൾ പഴയ പോലീസ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്, പൊളിച്ചു പണിയാൻ അവർ ജനമൈത്രിയാക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഐഡിയ വന്നു. എനിക്ക് പെട്ടെന്നൊരു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അഡ്രിനാലിൻ റഷ് വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യാം, എൻ്റെ ബോഡി ഫുൾ ഞങ്ങൾ ആ ഗെയിം ജയിച്ചു. ഭയങ്കര വാശിയിലായിരുന്നു പിന്നെ കളി. അതിൻ്റെ ഒരു എനർജിയിൽ നേരെ വീട്ടിൽ വന്ന് ഉടനെ അത് കണക്ട് ചെയ്തു. എൻ്റെ സീക്വൻസ് പൊളിച്ച് വർക്ക് ചെയ്ത് അതിനകത്ത് പോലീസ് സ്റ്റേഷൻ ഒരു ക്യാരക്ടറായിട്ട് കയറ്റി അതങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്നിട്ട് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തപ്പം പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലാത്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ അതിബുദ്ധിമാന്മാരായ ആൾക്കാരാണ്. നമ്മളവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇവരെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യും ഡൈവേർട്ട് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് മുകളിലെ പുള്ളിയുടെ ഓഫീസ്, താഴെ 2-3 കടമുറിയുണ്ട്. അത് പുള്ളിയുടെ ഞാനങ്ങാക്കി. അതിലൊരു മുറി തറ പോയത് കാരണം ഇതാക്കിയിട്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ തറപണിയെക്കുറിച്ചൊരു ചർച്ച. അപ്പോൾ അല്ലെങ്കിൽ തറപണി പണിയുന്നതായിട്ടൊരിത് ശരിക്കും കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതെ ഒരു കാര്യം. അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്നൊന്ന് തോന്നിപ്പിക്കുക. അതും ഞാൻ അതൊരു പ്രേക്ഷകർ അത്തേലേക്ക് ചെന്ന് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊരു കൊച്ചു സീനാക്കി എഴുതിയത്, ജസ്റ്റ് മാറ്റർ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അതിലേക്ക് കോൺസെൻട്രേറ്റഡായി. എന്തായിരിക്കും ഇനി അത് ഒളിപ്പിക്കണമായിരുന്നു. ഒരു പക്ഷേ ഞാൻ അവിടെ ഒരു 3 പേജിൻ്റെ സീൻ എഴുതിയേനെ, എന്നിട്ട് അതിനകത്തൂടെ കയറ്റി വിട്ടേനെ. അതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പം അത് ചെയ്തു. പക്ഷെ അത് വർക്കൗട്ടായി. എല്ലാവരും മജോറിറ്റി ഓഡിയൻസും ബോഡി ഡിഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ലെന്നറിയായിരുന്നു. കാരണം എൻ്റെ മുമ്പിലിരുന്ന ഞാൻ സിനിമ കാണുമ്പോൾ ഒരു പറയുന്നുണ്ട്, അത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ സാധനം വർക്കായി. അപ്പം നമ്മൾ ഇരുന്ന് വായിച്ചും ചിന്തിച്ചും, കാരണം അങ്ങനത്തെ ഒരു ക്രൈം മറയ്ക്കുന്നൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെ ഇരുന്ന് വായിച്ചും ചിന്തിച്ചും, അത് ഈ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റിങ്ങിനകത്ത് തിരിച്ചും മറിച്ചും പുറകോട്ട് പോയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു മെയിൻ എഴുത്ത് ദൃശ്യത്തിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കണക്ഷൻസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നതാണ് പോലീസ് സ്റ്റേഷൻ അടക്കം ഈ ഇതും. പിന്നെ അത് കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഇതാണ്, മോഹൻലാലാണ് എന്തായാലും ജോർജ് കുട്ടി മോഹൻലാൽ പിടിക്കപ്പെടിയാലെന്ന് ഓഡിയൻസ് കരുതും. അതിനെന്താണ് ഒരു തിരിച്ചൊരിത് കൊടുക്കാൻ. വീണ്ടും ഞാനതിൻ്റെ ഓപ്പണിങ് മാറ്റി. പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ജോർജ് കുട്ടി, അങ്ങോട്ട് വരുന്നൊരു പോലീസുകാരൻ, ഇയാൾ എന്നാലും ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് വലിയ സംഭവമാണ്, അങ്ങനെ ഇങ്ങനെ ക്രൈമാണെന്നുള്ളതിലാക്കി വെച്ചു. അപ്പോൾ പുള്ളി എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എവിടെയോ 1-2 സീനിലെടുത്തിട്ട് ഞാൻ പുള്ളിക്ക് ഒരു ഡയലോഗ് ആഡ് ചെയ്തു, എന്ത് സംഭവിച്ചാലും നീയോ എൻ്റെ മക്കളോ ജയിലിൽ പോവില്ല. അപ്പോൾ ഓഡിയൻസ് പുള്ളി അവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ പുള്ളി കുറ്റം ഏറ്റെടുത്ത് കീഴടങ്ങി കാണും. അങ്ങനെ ഓഡിയൻസിനെ ചിന്തിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ട് ചിന്തിച്ചിട്ടാണ് ഈ പറയുന്ന ഈ പ്രസൻറ്റ് ദൃശ്യം എന്ന് പറയുന്ന സ്ക്രിപ്റ്റിലേക്ക് ഫിനിഷ് ചെയ്തെടുത്തത്. 2009 എഴുതിയതാണ്. ഞാൻ പറഞ്ഞത് അസോസിയേറ്റിന് വേണ്ടി എഴുതിയതാണ്. 2009 എഴുതിയ പടമാണ് അത്. അന്നത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. ആദ്യത്തെ ക്ലൈമാക്സ് 2 ഫാമിലി തമ്മിൽ സംസാരിക്കുന്നതാണ്. ആ പോലീസ് ജീപ്പ് കയറി വരുന്നു. ആ സീക്വൻസിന് എനിക്ക് മനസ്സിൽ വിഷ്വൽ വന്നപ്പോൾ തന്നെ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ കയറി വീട്. അങ്ങനെ ഒരു വീട് തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഒരു 100-200 മീറ്റർ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ വീടിനോട് ചേർന്നായിരിക്കും. അപ്പോൾ ആ ജീപ്പ് കയറി വരുന്ന ബിൽഡപ്പ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ജീപ്പ് കയറി വരുമ്പോൾ ആ ജീപ്പിൻ്റെ ആ വഴിയുടെ സൈഡിൽ കൃഷി ഉണ്ടായിരിക്കണം. കൃഷിയിൽ നമുക്ക് കൃഷി സെറ്റ് ചെയ്യാം. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഓടി വരുന്ന അതിൻ്റെ ഇൻ്റർകട്ട് അതിൻ്റെ ആ ഷോർട്സ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മൾ ആ വീടിന് വേണ്ടി തപ്പി കിടന്ന ഒരു വിധത്തിൽ ഇന്നവരെ ഷൂട്ട് ചെയ്യാത്തൊരു വീട്ടിൽ ഞാൻ കയറി ചെന്ന് പെർമിഷൻ ചോദിച്ച് അത് ചെയ്താണ്. അത് കഴിഞ്ഞ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളി ഫ്രണ്ടിലേക്കും കയറി വന്നു കഴിഞ്ഞ് ഇവിടെ കോൺവെർസേഷൻ നടക്കുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തിനാണ് ഇമ്പോർട്ടൻസ്? ആ ഡയലോഗിനാണോ ഇമ്പോർട്ടൻസ്, പുറകെ നിൽക്കുന്ന കൊച്ചിൻ്റെ ഇമോഷനാണോ, അല്ല ഫിയറിനാണോ ഇമ്പോർട്ടൻസ്? ഓഫ് കോഴ്സ് ഫിയറിനാണ്. അപ്പം ആ ഷോട്ട് ഞാൻ കൊച്ചിലേക്ക് കൊണ്ടുപോയി. ഡയലോഗ് ഒരു ലാൽ സാറിൻ്റെ ഒരു ഹാഫേ കട്ട് ചെയ്തൊക്കെയാണ് അത് പോകുന്നത്, മറ്റേ ബോഡി ഇത് ചെയ്യുന്നതിൻ്റെ. അത് സ്വാഭാവികമായിട്ടും അവിടെ മ്യൂസിക്കൽ ബിൽഡപ്പാണ്. അപ്പോൾ അത് ജോർജ് കുട്ടിയിലേക്ക് ഒരു ചാർജും ഇങ്ങോട്ടുള്ള ഇതും തമ്മിൽ ഇൻ്റർകട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ആദ്യം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള റിയാക്ഷൻ ഇൻ്റർകട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബിൽഡപ്പ് ഷോട്ടാണ്. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് വേണം. അപ്പോൾ നമ്മുടെ പടത്തിനൊക്കെ എപ്പോഴും മ്യൂസിക്, ഒരു ബേസിക് തീം മ്യൂസിക് ഉണ്ടാക്കും ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഷോട്ട്സ് പ്ലാൻ ചെയ്യുന്നത്. അത് അങ്ങനെ വന്നതാണ് അതൊക്കെ. ആക്ച്വലി ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സിനിമയിൽ എല്ലാ ടെക്നീഷ്യൻസും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വായിച്ചിരിക്കണം സ്ക്രിപ്റ്റ്. മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ, ആർട്ട്, എല്ലാവരും വായിക്കണം. എൻ്റെ എഡീസ് ഫുള്ള് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കണം. അതിപ്പോൾ ക്ലാപ്പ് അടിക്കുന്ന പയ്യനാണെങ്കിലും അവൻ വായിച്ചിരിക്കണം. സിനിമ എന്താണെന്ന് അവന് മനസ്സിലാവണം. അങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ അവരും പഠിക്കാൻ വന്നതാണ്, അവരും ഇത് ചെയ്യണം. പിന്നെ അതുകൊണ്ടല്ല, പിന്നെ ഞങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷനുണ്ട്. ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊരു ഇതുണ്ട്. പിന്നെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോപ്പിയുണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കും. എക്സെപ്റ്റ് ദൃശ്യം 2 മാത്രമാണ് നമ്മൾ ആ ക്ലൈമാക്സ് ഒഴിവാക്കി കൊടുത്തത്. പിന്നെ അത്ര, പക്ഷെ ഞാനങ്ങനെ വലിയ സസ്പെൻസ്, ഇപ്പോൾ ദൃശ്യം 1-ൻ്റെയൊക്കെ ഫുൾ സ്ക്രിപ്റ്റാണ് എല്ലാവർക്കും വായിക്കാൻ കൊടുത്തത്. ഇന്നവരെ അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും കൊടുക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം എൻ്റെ എല്ലാ സിനിമയുടെ ബേസ് ഇതാണ്. പക്ഷേ ചിലർ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്ക് അറിയില്ല, അങ്ങനെ വിജയിച്ച സിനിമകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ എൻ്റെ സിനിമയ്ക്ക് അങ്ങനെയാണ്, എല്ലാവരും ഫോളോ ചെയ്യുന്ന സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം വിട്ടുപോയാലും എൻ്റെ ADs വന്നിട്ട് പറയും, സാറേ നമ്മൾ സ്ക്രിപ്റ്റ് പ്രകാരം ഇങ്ങനെയാണ്, സീനിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓർപ്പിക്കും. നമ്പർ ഓഫ് പേജസ് വെച്ചിട്ട് ഞാനിപ്പോൾ ഹിന്ദിയിലൊക്കെ ചെന്നപ്പം ഓക്കെ 120 പേജുണ്ട്, അപ്പോൾ 120 പേജ് ആകുമ്പോൾ ഇത്ര മണിക്കൂർ എന്നൊക്കെ പറയും. എനിക്കതൊരിക്കലും വർക്കായിട്ടില്ല ഈ പേജ് വൈസ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ചുമ്മാ സ്ക്രിപ്റ്റ് വായിക്കാനിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗേറ്റ് കടന്ന് കയറി വരുന്ന കാറെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യും. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ, അത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും. എന്നിട്ട് ആ സീനിൽ വണ്ടി ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലുമായി വണ്ടി കയറി വരുന്നു, നിൽക്കുന്നു, അവിടുന്ന് അയാൾ ഇറങ്ങി ഡോറ് തുറന്ന് കയറി കോളിംഗ് ബെൽ അടിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, 1 2 3 ഓക്കെ, നെക്സ്റ്റ് ഘട്ടത്തിൽ ഡോറ് തുറക്കുന്നു. അതിന് ഇങ്ങനെ പറഞ്ഞ് അവസാന ഡയലോഗുകൾ വായിക്കും. ഇന്നയാൾ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ എല്ലാ ടൈമിങ്ങും റഫ്ലി ഐഡിയ വെച്ച് ഇത് ചെയ്യുന്നു. സീൻ എൻഡ്, കട്ട്, സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യും, എത്ര സെക്കൻഡ്സ്, എൻ്റെ മുകളിൽ ഇത്ര സെക്കൻഡ് എന്ന് മാർക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ സീനും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ്സ് വെച്ച് അങ്ങ് കൂട്ടും. സോങ് ആണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ്സ് ഇടും. ഫൈറ്റ് ആണെങ്കിൽ അതുപോലെ 4 മിനിറ്റ്സ് ഇടും. എന്നിട്ടൊരു ആവറേജ് അങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടും. കൂട്ടുമ്പോൾ ടോട്ടൽ സെക്കൻഡ്സിന് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ ഏത് സീൻ എത്ര മിനിറ്റ് ഉണ്ട്, ഈ സീൻ ഇത്ര മിനിറ്റ് ഉണ്ട്, ഇതുണ്ട് എന്ന് കിട്ടും. അപ്പോൾ നാളെ ഇത് ട്രിം ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ട്രിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് എടുത്ത് കളയണം, എവിടെ എന്ത് കുറയ്ക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സീനിൽ ഇച്ചിരി ലെങ്തി, ഇതിനകത്തുനിന്ന് ഇത്രയും ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഇത്രയൊരു ഏരിയ വേണം മാറ്റാം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. കാരണം ഇത് ഇത്രയേ ഉള്ളൂ ഈ സിനിമയ്ക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് കട്ട് ചെയ്ത് കുറയ്ക്കാനും ഒക്കെ. ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഇത് ഇന്നയാൾ, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ എഴുതിയ ഇത് ഇപ്പം ഇന്നയാൾ ചെയ്താൽ നന്നായിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കും. പക്ഷെ ആ വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ രീതി മാറി. ചിലപ്പോൾ അത് വേറൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ബലം പിടിക്കാറില്ല. അപ്പോൾ ആ വ്യക്തി വരുമ്പോൾ, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആളിത് ഇങ്ങനെ ചെയ്താൽ ഈ ഡയലോഗ് എഴുതുമ്പോൾ നന്നായിരിക്കും, അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ കാസ്റ്റിങ്ങിലേക്കൊന്നും മിസ്റ്റർ എക്സിനെ കിട്ടില്ല, വൈ ആണ് വന്നത്. അപ്പോൾ വൈ അത് പറയുന്നു ഇല്ല, ആ സെയിം മീനിങ് വരുന്ന രീതിയിൽ വൈ വേറെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്താൽ അതിന് ആ ഇമ്പാക്റ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ അങ്ങാക്കും. ഈ മാറി മാറി ചെയ്യുന്ന സമയത്ത് റൈറ്റിംഗ് പാറ്റേണിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? അങ്ങനെ ഒരു മൂഡ് ഷിഫ്റ്റിംഗ് റൈറ്റർക്കുണ്ടോ? റൈറ്റർ അങ്ങനെ ഒരു പീസ്ഫുൾ സംഗതിയിൽ ഇരുന്നിട്ട് ചെയ്താണോ, അല്ലെങ്കിൽ റൈറ്റർ എവിടെയെങ്കിലും ട്രൊമാറ്റിക് ആയിട്ടൊക്കെ ഇത് ചെയ്യുമോ? അങ്ങനെ ഒരു പേഴ്സണൽ
സ്ട്രെസ്സിലേക്കോ പേഴ്സണൽ സംഗതിയിലേക്ക് ഇത് ബ്ലെൻഡ് ചെയ്തോ മിക്സ് ചെയ്തോ വരുമോ? ഞാൻ മൂഡ് ഷിഫ്റ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ചില ഡയലോഗുകൾ ഇപ്പോൾ ഒരു നോർമൽ ഒരു ഡയലോഗ് പറയുന്നതും ഈ പറഞ്ഞ കുറച്ച് ഇങ്ങനെ കള്ളു കുടിച്ച് ഇത് പറയുമ്പോൾ ഞാനൊന്ന് ചിലപ്പോൾ പറഞ്ഞു നോക്കും. ഇപ്പം ഞാനൊരു മിമിക്രിക്കാരനൊന്നുമില്ല, എനിക്ക് ലാൽ സാർ പറഞ്ഞത്. ഇപ്പം ഞാൻ ദൃശ്യം 2-നകത്ത് കുറേ ഏരിയയിൽ ലാൽ സാർ ഭയങ്കര ജോർജ് കുട്ടി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും വളരെ നോർമൽ വളരെ കൺട്രോൾഡായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ഇയാളുടെ അടുത്ത് ചെന്ന് കള്ളുകൂടി സീനിലേക്ക് വരുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രീ ആകും. അപ്പോൾ എനിക്ക് അവിടെ ഞാനിങ്ങനെ ജോർജ് കുട്ടീനെ എത്രത്തോളം ഫ്രീ ആക്കണം. കാരണം വേണമെങ്കിൽ ലാൽ സാർ പല റേഞ്ചിൽ ഇപ്പം നമ്മുടെ അയാൾ കഥ എഴുതുന്നതിനകത്തൊക്കെ വേറൊരു റേഞ്ചിൽ വരെ പോയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു നോക്കി എവിടം വരെ കുഴയാം, എവിടം വരെ ഇത് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കി ഏത് റേഞ്ചിലേക്കുണ്ട്. അപ്പോൾ ഞാൻ ആ സീൻ ചെയ്യാൻ നേരത്തെ ലാൽ സാറിനോട് ഞാൻ പറഞ്ഞു ഒഴിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തലയ്ക്ക് ഇത് പിടിക്കും. പക്ഷെ സത്യത്തിൽ ജോർജ് കുട്ടി തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ജോർജ് കുട്ടി അവിടെ ഒന്ന് തലയ്ക്ക് പിടിച്ചതായിട്ട് അങ്ങ് നീ അതെ, കാരണം മറ്റവനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇവിടെയും പുള്ളി കള്ളത്തരം കഴിഞ്ഞു. അതെ, കാരണം പുള്ളിക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ഇത് ഉണ്ടായിരിക്കണം. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലൈമാക്സിൽ അവിടെ അവൻ്റെ കൂടെ പോയിരുന്ന് കള്ളു കുടിക്കുമ്പോഴും അവൻ അഴിച്ച് ഓഫായി ഉറങ്ങിപ്പോയി. പുള്ളിയും ജോർജ് കുട്ടി ഓഫായ പോലെ കിടക്കുക, പക്ഷേ ജോർജ് കുട്ടി ഓഫായിട്ടില്ല. അത് ഇയാളത് മനസ്സിൽ ജോർജ് കുട്ടി അത് പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളി അവിടെ ഒഴിച്ചു കൊടുത്തു, ഇത് ചെയ്തു. പുള്ളി ആ ഡയലോഗ് പറയുമ്പോൾ ആ ഒരു കൺട്രോൾഡ് ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കും. കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി ഉപയോഗിച്ചൊന്ന് നോക്കും, ഇല്ലെങ്കിൽ തന്നെ ഇരുന്ന് നോക്കും. പിന്നെ ചില ഡയലോഗുകൾ ഇപ്പോൾ പണ്ട് ദിലീപും മൈ ബോസിനകത്ത് ദിലീപും അച്ഛനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിനകത്ത് അവസാനം ഒരു മകൻ എന്നുള്ള എൻ്റെ മനു വർമ്മ പൊട്ടിത്തെറിച്ച് അച്ഛനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഡയലോഗ് എഴുതിയിട്ട് ഞാൻ ഫുള്ളിരുന്നങ്ങ് ഏത് ലെവലിലായിരിക്കും പൊട്ടിത്തെറിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പറഞ്ഞു നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ കരഞ്ഞു. പിന്നെ ഒരിക്കൽ ക്യാത്തിയാണെന്ന് പറഞ്ഞത് കറ്റീനയാണെന്ന് എനിക്കറിയില്ല. ഞാനൊരിക്കൽ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്ന ഞാനിവിടെ പോർച്ചിലേക്ക് കയറി കഴിഞ്ഞപ്പം നിർത്തി കഴിഞ്ഞ് ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇറങ്ങി ചോദിച്ചു എന്നെ ഇത് ആരോടെ തന്നെ തഞ്ഞവനില്ല ഒരു എഴുതിക്കൊണ്ടിരിക്കും ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ പറഞ്ഞു നോക്കും, ഇത് സെറ്റാവുമോ, ഇതതിൻ്റെ ഒരു മോഡുലേഷനും അങ്ങനെയൊക്കെ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും. ഒരു വല്ലാത്തൊരു എഴുത്തെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു മൂഡിലൂടെ നമ്മൾ കയറി ഇറങ്ങിപ്പോവും. ഞാൻ അങ്ങനെ സ്വിച്ച് ചെയ്തു പോകും. ചില സമയം ഒരെണ്ണത്തെ കിടന്ന് കുറേ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കിട്ടത്തില്ല. അത് ഹോൾഡ് ചെയ്തിട്ട് പോയിട്ട് നമ്മൾ അടുത്തതിലേക്ക് കയറി പിടിക്കും. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ചില സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. ചില സാധനം പറയുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തില്ല. അങ്ങനത്തെയുള്ള കുറേ ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ ദേഷ്യമാണ്, പിന്നെ ഭയങ്കര കല്ലിയും ദേഷ്യമാണ്. നല്ലൊരു സാധനം കിട്ടിയാൽ പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മളിങ്ങനെ അന്ന് ഫ്രീ ആണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹം, അല്ലാത്തപ്പോൾ ഒട്ടൊക്കെ അങ്ങനത്തെയൊക്കെ ഉള്ളത്രയും മൂഡ് ഷിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ജോർജ് കുട്ടി പിടിക്കപ്പെടുന്നത് വരെ ദൃശ്യത്തിന് സീക്വൽ ശരിക്കും പോസിബിൾ അല്ലേ? തീർച്ചയായിട്ടും. അതായത് വേണമെങ്കിൽ ജോർജ് കുട്ടീനെ അയാളുടെ ഈ പറയുന്ന സോ കോൾഡ് ബ്രില്യൻസ് വെച്ചിട്ട് പോലീസ് പല രീതിയിൽ അയാളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു, അവിടെ നിന്നും പുള്ളി രക്ഷപ്പെടുന്നു ഒക്കെ വേണേൽ ഇങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകാം. പക്ഷേ അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ അത് ആൾക്കാരെ അട്രാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാരെ അത്രയും ത്രസിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ ഈ പറയുന്ന പാർട്ടുകളിലെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സക്സസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ അതാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ. ക്ലൈമാക്സ് റൈറ്റിങ്ങിൻ്റെ ഒരു എന്താണൊരു ജീത്തുൻ്റെ ടിപ്പ് പറയുകയാണെങ്കിൽ? എനിക്കറിയില്ല, എനിക്ക് ക്ലൈമാക്സ് ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ത്രില്ലർ സിനിമകളിലോ അങ്ങനത്തെയുള്ള സിനിമകളിലോ പ്രത്യേകിച്ചും അങ്ങനത്തെ സിനിമകളിൽ ഭയങ്കരമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ ക്ലൈമാക്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ സിനിമയുടെ തലവര മാറും.